ഇപ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു മുറി തേങ്ങ, 8 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനിത് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ആദ്യം നമുക്കൊരു പാന് അടുപ്പത്തേക്ക് വയ്ക്കാം. അതൊന്ന് ചൂടായി വരട്ടെ. പാൻ അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഒരു മണം വരും. ആ മണം വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാണ്ട് നോക്കണം. അപ്പോൾ ആ മുളകൊക്കെ നന്നായിട്ട് ചൂടായി നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചിരകി മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കരിഞ്ഞു പോരുത്, ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. തേങ്ങ നല്ല ബ്രൗൺ നിറം ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. ഉള്ളത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ബ്രൗൺ കളറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും അതുപോലെ ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. പുളി നമുക്ക് ഇപ്പോൾ ഇടേണ്ട ആവശ്യമില്ല. പുളി നമുക്ക് ഇത് അരയ്ക്കുന്ന സമയത്ത് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പുളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. നമുക്കിതൊക്കെ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിനി ഇതിനെ നല്ലൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.